ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി മഴയൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? ഇന്നിവിടെ നല്ല മഴ കേട്ടോ. ഞങ്ങളുടെ എറണാകുളം ഇവിടെ ഉച്ചയ്ക്ക് മുന്നേ ആയിരുന്നു മഴ. ഇപ്പോൾ ഇച്ചിരി ഒന്ന് തോർന്ന് നിൽക്കണു, ഒന്ന് പെയ്തു, ആ ഒരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ എല്ലാ വ്യൂസും മുത്തുമണികൾക്കും സ്വാഗതം. ഞങ്ങൾ ട്രിവാൻഡ്രം രാവിലെ ഇറങ്ങുന്നതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തതാണ് ഞാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലെ. അപ്പോൾ ഞങ്ങൾ ലഗേജൊന്നും ഒത്തിരി ഇല്ല, 2 ദിവസം 3 ദിവസത്തെ ട്രിപ്പല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് മറ്റുമൊക്കെ കൊണ്ടുപോയുള്ളൂ. അപ്പോൾ വേറെ എന്താണ്, അപ്പോൾ വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗ്ലാസ് ഒന്ന് നന്നായിട്ട് തുടയ്ക്കണോടെ, ഒരു ചെറിയ മങ്ങലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ തുടയ്ക്കുന്ന പരിപാടിയിലാണ്. മോനും മോളും വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ മാത്രം എഴുന്നേറ്റ് ഒന്ന് കുടിച്ചിട്ട് അങ്ങ് പോവാം കേട്ടോ. വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇനി ഉണ്ടാക്കിയാൽ പിന്നെ അത് ക്ലീൻ ചെയ്തൊക്കെ പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. ഇത് മോൻ്റെ ഒരു ഫ്രണ്ടാട്ടോ, റയാൻ എന്ന പേര്. മോൻ മോനെ അറിഞ്ഞില്ലായിരുന്നു ഇന്ന് മദ്രസ അവധിയാണ്, മഴയായതുകൊണ്ട് അവധി കൊടുത്തേക്കായിരുന്നു. പക്ഷെ അവന് വാട്സപ്പ് നോക്കിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ യാത്ര പോകുന്നു എന്ന് കേട്ടപ്പോൾ പിന്നെ അവൻ നമുക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞിട്ട് ആൾ പോവാണ്. അപ്പോൾ ഞങ്ങളും എന്തായാലും ഞങ്ങളുടെ യാത്ര അങ്ങനെ ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് ഞങ്ങളുടെ ഇഡ്ഡലി ഷോപ്പുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുള്ളതാണ്. നമ്മുടെ മൂവാറ്റുപുഴക്കാർക്ക് അറിഞ്ഞുകൂടാത്ത സുപരിചിതമല്ലാത്ത സ്ഥലമൊന്നും അല്ല, എങ്കിലും അറിഞ്ഞുകൂടാത്ത ഞങ്ങളുടെ മൂവാറ്റുപുഴ വരുമ്പോൾ ഇതുവരെയും ഇങ്ങനെ ഈ ഒരു കട അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഈ വെള്ളൂർക്കുന്നുള്ള ഇഡ്ഡലി ഷോപ്പ്. രാവിലെ മുതൽ രാത്രി 10-11 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇഡ്ഡലി, ദോശ, വെറൈറ്റി ടൈപ്പ് മസാല ഇഡ്ഡലി, മസാല ദോശ, പിന്നെ പൂരി, അങ്ങനെ എല്ലാ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല അടിപൊളി ചായ, അടിപൊളി കോഫി. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എടുത്തു പറയാനുള്ള നല്ല സ്പേസ് ആയിട്ടോ. അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ വന്നിരുന്നാലും അത്യാവശ്യം ഇരിക്കാനും നല്ല ക്ലീനാണ് കേട്ടോ. എപ്പോഴും നല്ല രീതിക്ക് അവർ ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റായിട്ടാണ് കൊണ്ടു കിടക്കുക കേട്ടോ. എല്ലാം നല്ല ഇതായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് തന്നെ ആക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് വന്ന് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെയറിലോട്ട് ഇരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം മോന് മസാല ദോശ മതിയെന്ന് പറഞ്ഞു, എനിക്ക് ഇഡ്ഡലി പറഞ്ഞു ഞാൻ. ജസ്റ്റ് ദോശയും ഇതും. പിന്നെ ഇവിടുത്തെ മെയിൻ എനിക്ക് ഇവിടെ പോകുമ്പോൾ ഞാൻ മെയിനായിട്ട് കഴിക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയാവോ, എനിക്ക് അവർ ആ ബൗളിൽ തന്നിട്ട് പിന്നെയും ഞാൻ രണ്ടാമതും മേടിപ്പിക്കും. എന്നാണെന്നറിയാവോ, ചട്നി. 3 ടൈപ്പ് ചട്നി കേട്ടോ. ചില്ലി ചട്നി ഉണ്ട്, ടൊമാറ്റോ ചട്നി ഉണ്ട്, പിന്നെ വേറെ സാധാ ചട്നി കേട്ടോ. പിന്നെ സാമ്പാർ, പിന്നെ വൈറ്റ് ചമ്മന്തി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അവരുടെ ഐറ്റംസാണ് ചില്ലി പൊറോട്ട, ഫ്രൈഡ് ചില്ലി, പിന്നെ മസാല, അങ്ങനെ കുറേ സംഭവം, മസാല ദോശ, അങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ. പെപ്പർ ഇഡ്ഡലി, അത് മീൻസ് പെപ്പർ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് അതുപോലെ പീസാക്കി വെച്ചിരിക്കുന്നുണ്ടോ, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇഡ്ഡലി ഉപ്പുമാവെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെ കുറേ ഇഡ്ഡലി മഞ്ചൂരിയ എന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി, എല്ലാം വെജിൻ്റെയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓരോ സെറ്റിനൊപ്പം അവർ ഉഴുന്നുവട തരുന്നുണ്ട് അതിൻ്റെ ഒപ്പം. അപ്പോൾ ദോശ തന്നെ, വാപ്പിക്കും മോക്കും ദോശയാണ്. നല്ല കുറുകുറാന്നുള്ള നല്ല വൈറ്റ് ചമ്മന്തി കേട്ടോ. അതിൻ്റെ ഒപ്പം നല്ല ചൂട്, നല്ല ക്രിസ്പി മുരുമുരായിരിക്കും, നല്ല ഉഴുന്നുവട കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള സാമ്പാറൊക്കെയാണ്. പിന്നെന്താണ്, പിന്നെ ഒരു ഹായ് ഉണ്ട് കേട്ടോ, മുത്തുമണീസിൻ്റെ ഒരു ഹായ് ഉണ്ട് എല്ലാ വ്യൂസിനും. അപ്പോൾ പിന്നെ ഇതാണ് സാമ്പാർ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 3 ചമ്മന്തി കേട്ടോ. ചമ്മന്തി ഏറ്റവും അതിൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ടൊമാറ്റോ സവോളയൊക്കെ ചേർന്നിട്ടുള്ള ഒണിയൻ ചമ്മന്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ മോൻ ഉഴുന്നുവട എടുത്ത് കടിച്ചു നോക്കി, ചൂടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ചതാട്ടോ. ഞാൻ ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചമ്മന്തി. ഞാൻ എല്ലാം ഒന്ന് കുറേശ്ശെ ടേസ്റ്റ് ചെയ്യും എപ്പോഴും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ഞാൻ പറഞ്ഞില്ലേ, സവോളയും ടൊമാറ്റോയും കൂടെ ചേർന്നിട്ടുള്ള ചട്നി കേട്ടോ. നല്ല സെറ്റപ്പ് സാധനം കേട്ടോ. അപ്പം ആരും മറന്നു പോകണ്ട. എൻ്റെ വ്യൂസൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഈ സ്ഥലം അറിയില്ലായിരിക്കും. നമ്മുടെ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്താണ്. ഇഡ്ഡലി ഷോപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ 3 ഇഡ്ഡലിയും നല്ല അടിപൊളി സാമ്പാറും നല്ല ചൂടൻ ചായയും പിന്നെ നല്ല അടിപൊളി ചമ്മന്തിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ മോന് മസാല ദോശയാണ്, ഫുള്ളും കഴിച്ചില്ല കേട്ടോ, ബാലൻസ് വെച്ചു. പിന്നെ അത് ഞാൻ പിന്നെ ചമ്മന്തിയും കൂട്ടി ആ ദോശയുടെ അകത്തെ പോർഷനൊക്കെ
ചോറൊക്കെ പുള്ളിക്കാരൻ കഴിച്ചു. ദോശ കുറച്ച് ബാലൻസ് വന്നു, അത് ഞാൻ കഴിച്ചു. പിന്നെ അവൻ നേരെ നോക്കുമ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്ന് ഞാൻ ഇക്കൊന്ന് വെച്ചെടുത്ത്. ഈ നേരം വെളുത്തല്ലേ ഉള്ളൂ, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 7:45 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഐസ്ക്രീം ഇപ്പം തന്നെ കഴിക്കേണ്ട, വാപ്പി പോകുന്ന വഴി മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞൊന്ന് ഒതുക്കിയൊക്കെ നിർത്തി. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല കേട്ടോ, ഇവിടെ എപ്പോൾ ചെന്നാലും നമുക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഈ പോയ ഡേ അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണീസും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് നമുക്ക് വീഡിയോസിലും ഷോർട്സിലും അതിനേക്കാളൊപ്പം എൻ്റെ ലൈവ് വീഡിയോയിലും നല്ലൊരു സപ്പോർട്ട് വേണം. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് നമ്മുടെ ലൈവ് വീഡിയോ ഉണ്ടാവും. എല്ലാ പേരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു കുഞ്ഞു ചാനൽ ഈ ഒരു നിലയിലെങ്കിലും എത്തിച്ച് തന്നത് നിങ്ങളാണ്. ആ ഒരു സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇനി കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാം. വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ തന്നെ ആകട്ടെ. സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും വളരെ കെയർ ചെയ്തും പോവാം. നമുക്കിപ്പോൾ മഴയാണ്, അതിനോടൊപ്പം നമ്മുടെ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം, മുതിർന്നവരും ഒക്കെ കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ. നാളെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.